സൈബർ തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിയുടെ പേരിൽ നടക്കുന്ന വ്യാപകമായ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ഖത്തർ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പുകൾ നടക്കുന്നതെന്നും അതിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം. സൈബർ സെക്യൂരിറ്റിയിൽ നിന്ന് വിളിക്കുന്നുവെന്ന് പറഞ്ഞ പലരുടെയും വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട NCSA ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. NCSA ഒരിക്കലും ഖത്തറിലെ പൗരന്മാരിൽ നിന്നോ താമസക്കാരിൽ നിന്നോ ബാങ്കിംഗ് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടില്ല. ആയതിനാൽ ഏജൻസിയുടെ പേരിൽ ഇത്തരം ഫോൺ കോളുകൾ വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കരുതെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇത്തരം കോളുകളിൽ പ്രതികരിക്കുമ്പോൾ സൈബർ തട്ടിപ്പിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അത് പല രീതിയിൽ ദോഷം ചെയ്യുമെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇനി തട്ടിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കാം. ഒരു നിയമാനുസൃത കമ്പനിയും അതിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് നിർദ്ദിഷ്ട സോഫ്റ്റ്വെയറോ ആപ്ലിക്കേഷനുകളോ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. 2. ഒരിക്കലും ആരുമായും ഓൺലൈൻ ബാങ്കിംഗ് വിശദാംശങ്ങളോ പാസ്വേഡുകളോ പങ്കിടരുത്. 3. ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പൊതു വൈഫൈ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അജ്ഞാതമായോ വിശ്വസനീയമല്ലാത്തതോ ആയ ഉറവിടങ്ങളിൽ നിന്നുള്ള USB-കൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ സൈബർ വിഭാഗം നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.